Hi Kiran Jay and welcome back to my channel. Kiran's RRB NTPC undergraduate എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു എക്സാം ഡേറ്റിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏത് ഷിഫ്റ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത്, ഡെഫിനറ്റ്ലി അതനുസരിച്ച് വലിയ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ. വീഡിയോ നിങ്ങൾ ഫുൾ കാണുക, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ചെറിയൊരു വീഡിയോ ആണ്. RRB NTPC അണ്ടർഗ്രാജുവേറ്റിൻ്റെ എക്സാം ഡേറ്റ് ആണ് ഔട്ടായിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഒഫീഷ്യൽ ലെറ്റർ ആണ് ഔട്ടായിരിക്കുന്നത്. RRB ആണ് ഈ ഒരു ലെറ്റർ ഔട്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് 07/2025 നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ്. നിങ്ങൾക്കിവിടെ CN കാണാവുന്നതാണ്, അതായത് നമ്പർ കാണാവുന്നതാണ്, അതേപോലെ തന്നെ പോസ്റ്റ് കാണാവുന്നതാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. എക്സാം ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ട്വിസ്റ്റ് കാണാവുന്നതാണ്. അതായത് എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്ന കുട്ടികളെ നോക്കൂ, May 7, 8th and 9th മെയ്ക്ക് ശേഷം പിന്നെ 1.5 മാസം ടൈം എടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ടാകാനായിട്ട്. നോക്കൂ കുട്ടികളെ, May 7th, 8th and 9th, അതിനുശേഷം June 13, 14, പിന്നെ 16, 21. ഈ ഡ്യൂറേഷനിലാണ് എക്സാം അവർ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഇതേ രീതിയിൽ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും ഈ May 7th, 8th, 9th ഈ ഷിഫ്റ്റിന് ഏതൊക്കെ കുട്ടികളാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അവർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ലെവൽ ടഫ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം, അതായത് ജൂണിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അത് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ ഈ എക്സാം പാറ്റേണിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ഒത്തിരി കുട്ടികൾക്ക് അത് ഡിഫിക്കൽട്ടായിട്ട് വരുന്നതായിരിക്കും. ഇവരുടെ എന്തായാലും എക്സാം ടഫായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ആ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചിലർ പറയും, സർ മെയ്ക്ക് ശേഷം പിന്നെ ജൂണിൽ എക്സാം വന്നാൽ ക്വസ്റ്റ്യൻ ടഫ് ആൻഡ് ഈസി ആണെന്നുണ്ടെങ്കിൽ നോർമലൈസേഷൻ ബെനിഫിറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഒരിക്കലും ബെനിഫിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ബെനിഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് എക്സാം നടന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് SSCGയുടെ എക്സാം ഇല്ലേ, അതേ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ 1 മാസം 1.5 മാസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ എക്സാമിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ഇതേ രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം. ക്ലിയർ? ഇനി ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ എക്സാം സിറ്റി ആൻഡ് എക്സാം ഡേറ്റ് എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ് അതിന് മുന്നേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായി? ക്ലിയർ ആയിട്ട് എന്നറിയാൻ പറ്റുന്ന 10 days മുന്നേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു എക്സാം ഡേറ്റ് കാണും, അത് ചിലപ്പോൾ 7th ആയിരിക്കും. അപ്പോൾ അതിന് 10 days മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റും അറിയാൻ പറ്റും, എക്സാം സിറ്റിയും അറിയാൻ പറ്റും. നിങ്ങളുടെ ഡേറ്റ് 8 ആണെന്നുണ്ടെങ്കിൽ അതിന് 10 days മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റും സിറ്റിയും അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളെ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് 4 days മുന്നേ ആണ്. 4 days മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആധാർ അവിടെ ബയോമെട്രിക് ചെയ്യുന്നതായിരിക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആധാർ ലിങ്ക്ഡ് ബയോമെട്രിക് ഔതൻറ്റിഫിക്കേഷൻ അത് നിങ്ങളുടെ അവിടെ എക്സാം സെൻറ്ററിൽ കാണുന്നതായിരിക്കും. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും നല്ലപോലെ പഠിക്കുക. എക്സാം ഡേറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാമിന് നടക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.